എന്തുകൊണ്ട് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? എൻ്റെ സഹോദരങ്ങളെ, കാലത്തെ വ്യാഖ്യാനിക്കുവാൻ ലോകത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടോ മാനുഷികമായ കഴിവുകളാലോ മാനുഷിക ബുദ്ധിയാലോ നമുക്ക് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം വേണം, ആത്മാവിൻ്റെ ആലോചന വേണം, ആത്മാവ് നൽകുന്ന അറിവിനാൽ നമ്മൾ പൂരിതരാകണം. ഇവിടെയാണ് ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്നീ ശുശ്രൂഷയുടെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയേണ്ടത്. യുഗാന്ത്യ സഭയിൽ ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരിയായി വെളിപ്പെടേണ്ടത് ആത്മാവിൻ്റെ ഈ 7 വിശുദ്ധ ദാനങ്ങളാണ്. ഇത് സഭയിൽ കാട്ടുതീ പോലെ പടരുമ്പോഴാണ് സഭയ്ക്കെതിരെ പിശാച് ആഞ്ഞടിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും വിശ്വാസത്യാഗത്തിലും ക്രൈസ്തവ വിരുദ്ധതയുടെ ആധിപത്യങ്ങളിൽ നിന്നെല്ലാം കർത്താവിൻ്റെ സഭ വിമോചിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞു, എന്താണ് അമ്മ ഈ വന്യവൈദികൻ അറിയിച്ച സന്ദേശം? നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് ചുവരെഴുത്തുകൾ മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവിൻ. മഹാദുരിതത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായി നിങ്ങളേവരെയും മാതൃ നിർവിശേഷമാർന്ന വാക്കുകളിലൂടെ ഞാൻ നയിക്കുന്നു. ഈ മഹാദുരന്തത്തിൻ്റെ നീതമായ അടയാളങ്ങൾ സുവിശേഷങ്ങളിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വെളിപാട് പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി മാറും. അമ്മ മാതാവ് വീണ്ടും പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കും. എല്ലാറ്റിനുമുപരി നിങ്ങൾ ജീവിക്കുന്ന അവസാന പുസ്തകത്തിൻ്റെ താളുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരും. ഞാൻ നിങ്ങൾക്കായി മുദ്രിത ഗ്രന്ഥം തുറക്കുകയാണ്. എത്ര മനോഹരമായ വെളിപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകുന്നത്. ഇത് സഭയ്ക്ക് നൽകിയ പ്രവചന സന്ദേശമാണ്. പരിശുദ്ധ അമ്മ മാതാവ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുവാനും ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കൾ എന്ന് പറഞ്ഞാൽ സഭയുടെ വിശ്വസ്തരായ മക്കൾ സമ്പന്നരാകുവാനും ഇന്ന് അമ്മ അതിയായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയുമാണ്.